ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പെസഹ കാലത്തിലെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിലെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നത് സാവൂൾ തൻ്റെ മാനസാന്തരത്തിന് ശേഷം ജെറുസലേമിൽ വന്ന അപ്പോസ്തലന്മാർക്കൊപ്പം ശിഷ്യന്മാർക്കൊപ്പം ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഭയത്തോടുകൂടെ സാവൂളിൽ നിന്നോ അല്ലെങ്കിൽ പൗലോസിൽ നിന്നും മാറി നിൽക്കുന്ന ശിഷ്യന്മാരെ ബർന്നബാസ് എപ്രകാരം ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരുന്നു, എങ്ങനെ സാവൂളും അല്ലെങ്കിൽ പൗലോസും ശിഷ്യന്മാരും ഒരുമിച്ച് കർത്താവിൻ്റെ പ്രേക്ഷിത വേല ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, മറിച്ച് പ്രവൃത്തികളിലും കാണപ്പെടേണ്ടതാണെന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞു വെക്കുന്ന ഏറ്റവും മനോഹരമായൊരു ഭാഗം, ഞാൻ യഥാർത്ഥമായ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ അതിൻ്റെ ശാഖകളാണെന്ന് പറയുന്നൊരു കാര്യം. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സംഭവിക്കുന്ന 2 കാര്യങ്ങളെക്കുറിച്ചാണ്. കുറച്ച് പേര് എൻ്റെ ശാഖകളായിരിക്കുന്നവർ നീക്കപ്പെടും, രണ്ടാമത്തെ കുറച്ച് പേര് വെട്ടിയൊരുക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നീക്കി കളയുന്നവരെ അവർ ഉണങ്ങിപ്പോവുകയും അവരെ തീയിലിട്ട് നശിപ്പിച്ച് കളയുകയും ചെയ്യുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. രണ്ടാമത്തെ വെട്ടിയൊരുക്കുന്നവർ അവരെന്ത് ചോദിച്ചാലും ഇഷ്ടമുള്ളത് ചോദിക്കുവാൻ അത് നടക്കുമെന്ന് പറയുന്നുണ്ട്. സമൃദ്ധമായി ഫലമണിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നീക്കി കളയുന്നവരെക്കുറിച്ച് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്നവരെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വെട്ടിയൊരുക്കപ്പെടുന്നവരും അല്ലെങ്കിൽ ആര് ചോദിച്ചാലാണ് കർത്താവ് ഇഷ്ടമുള്ളത് ചോദിക്കുമ്പോൾ നടത്തപ്പെടുന്നത്, അല്ലെങ്കിൽ ആരാണ് സമൃദ്ധമായിട്ട് ഫലമണിയുന്നത്, അവരെക്കുറിച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് 1-ാമത്തെ വായനയിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. സാവൂൾ തൻ്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായതിന് ശേഷം തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ജെറൂസലേമാണ്. ഞാൻ ഇപ്പോഴും ചിന്തിക്കുമായിരുന്നു, എന്തുകൊണ്ട് സാവൂൾ ജെറൂസലേമിലേക്ക് തന്നെ പോകണം? അതൊരിക്കലും സൗൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് കർത്താവ് നയിച്ചൊരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം എന്താണെന്ന് പറയട്ടെ, 2 കാരണങ്ങളാണ്. സൗള് അത്ര നാളും തൻ്റെ ബോധ്യങ്ങളായിട്ട് നൽകുന്നില്ല, പല കാര്യങ്ങൾക്കും വേണ്ടി നിലകൊണ്ട ഒരാളാണ്. അല്ലാതെ വെറുതെ അങ്ങോട്ട് പോയിട്ട് പീഡനം നടത്തിയ ഒരാളല്ല, മറിച്ച് പഴയ നിയമത്തിലെ തനിക്കുള്ള ആ ബോധ്യങ്ങളിൽ നിന്നും വരുന്ന ഒരു കാര്യമാണ് ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ അത്ര നാളും നിന്ന ബോധ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു നിമിഷമാണ് ഈ ഒരു മാനസാന്തരത്തിൻ്റെ നിമിഷം. ഈ ബോധ്യങ്ങളില്ലാതെയാണ് താൻ തിരിച്ചു പോകുന്നത്. രണ്ടാമത്തേത്, ജെറൂസലേമിലേക്ക് താൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്ത്യാനികളും ഈ സാവൂളിനെ സ്വീകരിക്കില്ല, യഹൂദരും സ്വീകരിക്കില്ല. കാരണം ഇവർ 2 പേരും ഇപ്പോൾ സാവൂളിനെ ശത്രുവായിട്ട് കാണുന്നതിന് തുല്യമാണ്. തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ യഹൂദർ എത്രത്തോളം സാവൂളിനെതിരെ തിരിഞ്ഞിട്ടുണ്ടാവും. ഭയത്തോടുകൂടെ ശിഷ്യനാണെന്ന് എല്ലാവരും പറയുന്നു, എവിടെയോ മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നു, പക്ഷേ എവിടെയോ മനസ്സിലൊരു പേടിയാണ്. ഇയാൾ അഭിനയിക്കുന്നതാണോ, യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ തന്നെയാണോ എന്ന് പേടിയിൽ നിൽക്കുന്ന, അകറ്റി നിർത്തുന്ന ശിഷ്യന്മാർ. ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് തന്നെ ധൈര്യത്തോടുകൂടെ സാവൂൾ പോകണമെങ്കിൽ, പൗലോസ്ത്രീയ പോകണമെങ്കിൽ, ഞാൻ പറയും അത് സ്വന്തം ഇഷ്ടമല്ല, മറിച്ച് അത് ദൈവം വെട്ടിയൊരുക്കിയ നിമിഷങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇതിന് ഏറ്റവും നല്ലൊരു എക്സ്പ്ലനേഷൻ വരുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദമാസ്കസിലെ അനനിയാസിനോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. സാവൂളിനെ സുഖപ്പെടുത്തണമെന്നൊക്കെ പറയുമ്പോൾ അനനിയാസ് തൻ്റെ പേടി പറയുന്നുണ്ട്. എന്നാൽ ഈ എല്ലാവരെയും പീഡിപ്പിക്കുകയും ബന്ധിക്കുകയും ചെയ്യുന്ന ഈ ഒരാളെ ഞാൻ എങ്ങനെ, അയാളുടെ അടുത്തോട്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരാളാണ് സാവൂൾ. എന്നിട്ട് 16-ാം വാക്യത്തിൽ പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം, എത്രത്തോളം എനിക്ക് വേണ്ടി പീഡകൾ അനുഭവിക്കുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. എത്രത്തോളം എനിക്ക് വേണ്ടി പീഡകൾ അനുഭവിക്കണമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കണം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫുൾഫിൽമെൻ്റാണ് ഏറ്റവും ആദ്യമായിട്ട് സാവൂൾ തിരിച്ച് ദമാസ്കസിൽ നിന്നും ജെറൂസലേമിലേക്ക് തന്നെ പോകുന്നത്. കാരണം എത്രത്തോളം മറ്റുള്ളവർ നിന്നെ സ്വീകരിക്കില്ല, എത്രത്തോളം നീ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നതിൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മുന്നാസം, ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈശോ കൊടുക്കുന്നത്. അത് വെട്ടിയൊരുക്കുന്ന നിമിഷങ്ങളാണ്. തനിക്ക് വേണ്ടി ശക്തമായിട്ട് കത്തിജ്വലിക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും നല്ല ഫലം പുറപ്പെടുപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ വെട്ടിയൊരുക്കുന്ന നിമിഷങ്ങളാണ് ഈ ജെറൂസലേമിലേക്കുള്ള ഈ ഒരു യാത്രയും ഏറ്റവും അവസാനം അവരോടൊപ്പം തന്നെ പ്രേക്ഷിത വേല ചെയ്യുന്നതിൻ്റെ തുടക്കം. കാരണം സാവൂളിനൊന്നും അറിയില്ല, സാവൂളിനൊരു അനുഭവം ഉണ്ടായി, അതിനപ്പുറത്തേക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളോ അനുഭവങ്ങളോ ഒന്നുമില്ല. അത് പിന്നീടാണ് പതുക്കെ വരുന്നത്. ഇതൊക്കെ വെട്ടിയൊരുക്കുക എന്നാൽ തൻ്റെ ബോധ്യങ്ങൾ മുഴുവനായിട്ടും വെട്ടി കർത്താവിനെ പ്രതി മുഴുവനായിട്ടും ഒരു പുതിയ ഒരാളായിട്ട്,
കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട് മാറുന്ന, ഒരു പൗലോസായിട്ട് മാറുന്ന ഒരു മാറ്റം, അതൊരു വെട്ടിയൊരുക്കുന്നൊരവസ്ഥയാണ്. അതിൽ നിന്നുമാണ് ഏറ്റവും സമൃദ്ധമായിട്ട് ഇന്ന് സഭയിൽ നമ്മളെല്ലാവരും, അപ്പോസ്തലന്മാരെല്ലാവരും പ്രവർത്തിക്കുന്നതിന് തുല്യമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് പൗലോസ് ശ്ലീഹ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഒപ്പം ജീവിക്കാഞ്ഞിട്ട് പോലും ഇന്നും പൗലോസ് അപ്പോസ്തലൻ നമ്മൾ വിളിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഏറ്റവും സമൃദ്ധമായിട്ട് അനുഗ്രഹങ്ങൾ, കൃപകൾ ഫലമണിയിക്കുന്ന ഒരാളായിട്ട് കർത്താവ് മാറ്റി, വെട്ടിയൊരുക്കി ഫലമണിയിക്കുന്ന ഒരാളായിട്ട് മാറ്റി. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് കാര്യങ്ങളാണ്. കർത്താവായ ആ ഒരു യഥാർത്ഥ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നവരായിട്ട്, മുഴുവൻ സമയം ഡിപ്പെൻഡ് ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. എങ്ങനെയാണ് നമ്മൾ ചേർന്ന് നിൽക്കുക? ആ കണക്ഷൻ എങ്ങനെയാണ് നിലനിർത്തേണ്ടത്? അത് വചനത്തിൻ്റെ വായനയിലൂടെ, വചന വായനയിലൂടെയാണ്. ദൈവവചനം എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് നിലനിർത്താൻ സാധിക്കും. കർത്താവിൻ്റെ കൂദാശകളിലൂടെ പങ്കെടുക്കുമ്പോൾ നമുക്കത് നിലനിർത്താൻ സാധിക്കും. ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് പേഴ്സണലായിട്ടുള്ള സമയത്ത് നമ്മൾ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ആ കണക്ഷൻ നിലനിർത്താൻ സാധിക്കും. അപ്പം അങ്ങനെ കർത്താവിനോട് എന്നും ചേർന്ന് നിൽക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഒപ്പം കർത്താവിൽ ആശ്രയിക്കുന്നവരായിട്ടും. എൻ്റെ ജീവിതത്തിൽ എന്തൊരു നേട്ടം ഉണ്ടായാലും അതൊരു വൺ മാൻ ഷോ അല്ലെങ്കിൽ അതെൻ്റെ നേട്ടമല്ല, മറിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ നേട്ടമാണെന്നുള്ള ബോധ്യത്തിലേക്ക്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അതുപോലെ ഇനി ഞാനല്ല, ക്രിസ്തുവാണ്. മുഴുവനും എല്ലാത്തിലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ നേട്ടങ്ങളല്ല, മറിച്ച് കർത്താവിൻ്റെ നേട്ടമാണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. രണ്ടാമത്തേത്, വെട്ടിയൊരുക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കണം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ ഭയങ്കര ആകുലതകൾ ഉണ്ടാകുന്ന നിമിഷങ്ങളിൽ മനസ്സിലാക്കുക, ദൈവം കൈവിട്ട നിമിഷങ്ങളല്ല അത് ദൈവം വെട്ടിയൊരുക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവിന് വേണമെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളെ വെട്ടിമുറിച്ച് കളയാമായിരുന്നു, തീയിൽ അങ്ങോട്ട് ഇടാമായിരുന്നു. ഇല്ല, നമ്മളിങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെ ഇങ്ങനെ നമ്മൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് കർത്താവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് അങ്ങനത്തെ ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ സ്വന്തത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് കർത്താവ് വെട്ടിയൊരുക്കുന്ന നിമിഷങ്ങളാണ്. അവിടെ നമ്മൾ കർത്താവിനെ കുറ്റം പറയാനോ പഴി പറയാനോ ഒന്നും പോകാതിരിക്കുക. കർത്താവ് വെട്ടിയൊരുക്കുന്ന നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനോട് ചേർന്ന് കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആവണം, ചെയ്യുന്നതെല്ലാം ശരിയാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ തന്നെ കർത്താവ് നടത്തിത്തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇഷ്ടമുള്ളതൊക്കെ അതേ സമയത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി ഇന്ന് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാനാകുന്ന യഥാർത്ഥ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുക, വെട്ടിയൊരുക്കപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളെ തന്നെ കർത്താവിനോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് വചനം വായിക്കുന്നതിലൂടെ, കൂദാശകളിലൂടെ, നമ്മളുടെ പേഴ്സണൽ പ്രയറിലൂടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാനും, ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടിനെയും പ്രയാസങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും നിമിഷങ്ങൾ, എല്ലാ നിമിഷങ്ങളും ഇങ്ങനെ വെട്ടിയൊരുക്കുന്ന നിമിഷങ്ങളാണെന്ന ബോധ്യത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് നേട്ടങ്ങളൊന്നും എൻ്റെ അല്ല, മറിച്ച് ക്രിസ്തുവിൻ്റേതാണ്, ഇനി മുതൽ ഞാനല്ല ക്രിസ്തുവാണ് എന്ന് നമ്മളെക്കൊണ്ട് പറയാൻ സാധിക്കണം. നമുക്ക് ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.